إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പവിത്രമാസമായ മുഹറമിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. ഹിജ്റ കലണ്ടറിലെ ആദ്യ മാസമാണ് മുഹറം എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഹിജ്റ കലണ്ടർ അതനുസരിച്ച് ഒരു പുതിയ വർഷത്തിലേക്കാണ് നാം പ്രവേശിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് ചേർത്ത് പറഞ്ഞ ഒരു മാസം കൂടിയാണ് മുഹറം. ഷഹ്റുല്ലാഹിൽ മുഹറം, അല്ലാഹുവിൻ്റെ പവിത്രമായ മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോയതനുസരിച്ചാണ് രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലഘട്ടത്തിൽ ഹിജ്റ കലണ്ടർ രൂപീകൃതമാകുന്നത്. ഹിജ്റയോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്, നമ്മുടെ മുൻഗാമികൾ, അൻസ്വാറുകളും മുഹാജിറുകളും എന്ന രണ്ട് വിശേഷണങ്ങൾക്ക് അർഹത നേടുന്നത്. അൻസ്വാറുകൾ സഹായികളാണ്, മുഹാജിറുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എല്ലാം ത്യജിച്ച് ഹിജ്റ പോയവരുമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിന് പിന്തുടരൽ ദീനിന്റെ പൂർത്തീകരണത്തിന് അനിവാര്യമാണ് എന്ന് തന്നെ പഠിപ്പിച്ചത് കാണാൻ കഴിയും. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രീ തഹ്തഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദ ദാലികൽ ഫൗസുൽ അളീം. ഈ വചനത്തിലൂടെ ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നുവന്ന മുഹാജിറുകളും അൻസ്വാറുകളുമായ സ്വഹാബത്തിനെ നമ്മുടെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുന്നു. ശേഷം നമ്മുടെ ജീവിതത്തിലേക്ക് അവരെ ബന്ധപ്പെടുത്തി. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവരത് ഏതൊരു ഇഹ്സാനാണോ, വിശ്വാസ മേഖലയിൽ, ആചാര അനുഷ്ഠാനങ്ങളിൽ, ഇസ്ലാമിന്റെ സംസ്കാരങ്ങളിൽ അവർ പിന്തുടർന്ന ഒരു ഇഹ്സാനുണ്ട്. ആ ഇഹ്സാനിനെ പിൻപറ്റി ജീവിക്കുന്നവർക്ക് സ്വർഗീയ അനുഗ്രഹങ്ങളുണ്ട്. അതാണ് ജീവിതത്തിൽ നേടിയെടുക്കുന്ന വമ്പിച്ച വിജയം. ദാലികൽ ഫൗസുൽ അളീം, അത് മാത്രമാണ് വമ്പിച്ച വിജയം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. 1446 ഹിജ്റ വർഷത്തിൽ നിലകൊള്ളുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഹിജ്റയിൽ നിന്ന് ഇനിയും
പഠിക്കാനുണ്ട്, പകർത്താനുണ്ട് എന്ന ബോധം ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടാവണം. എന്താണ് നമുക്ക് ഇന്ന് ഹിജ്റയിൽ നിന്ന് നേടിയെടുക്കാനുള്ളത്? നേരത്തെ പറഞ്ഞ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, ആ സ്വഹാബത്തിനെ ഇഹ്സാനിലൂടെ പിന്തുടരുന്ന ആളുകൾ, ആ നിലക്ക് അവരെ പിൻപറ്റി അള്ളാഹുവിന്റെ തൃപ്തി ജീവിതത്തിലുടനീളം നേടിയെടുക്കാൻ സാധിക്കുക. അങ്ങനെ മരണം വരുന്ന നേരം മരിക്കാൻ സാധിക്കുക. ഇതായിരിക്കണം ഹിജ്റയിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം. വമിനൻ നാസി മൻ യശ്രീ നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. ഈ വചനം അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ തന്റെ ശരീരം തന്നെ വിൽപ്പന നടത്തിയവർ ആ സ്വഹാബത്തിലുണ്ട് എന്നാണ് ഈ വചനത്തിലൂടെ അള്ളാഹു അറിയിച്ചത്. റോമക്കാരനായ സുഹൈബ് ഇബ്നു സിനാൻ റൂമി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഈ വചനമിറങ്ങിയത് എന്നാണ് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മക്കയിൽ വരികയും മുസ്ലിമാകുകയും ഹിജ്റ പോകേണ്ട സന്ദർഭം വന്നപ്പോൾ, ഹിജ്റ പോകാൻ ഒരുങ്ങിയപ്പോൾ തന്റെ ബന്ധുക്കളും ശത്രുക്കളുമായവർ താൻ സമ്പാദിച്ചതെല്ലാം ഈ മക്കയിൽ വിട്ടുപോകണം, ഇവിടെ വെച്ചാണ് നീ എല്ലാം നേടിയെടുത്തത്. അങ്ങനെ അവരുടെ കൽപ്പനയ്ക്ക് വിധേയമായി എല്ലാം ഉപേക്ഷിച്ച് ഹിജ്റ പോയി സുഹൈബ് റളിയല്ലാഹു അൻഹു. മദീനയിലെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റബ്ബിഹൽ ബൈഉ സുഹൈബ്, സുഹൈബ് നടത്തിയ കച്ചവടം ലാഭം കൊയ്തിരിക്കുന്നു എന്ന്. തന്റെ സമ്പത്ത് മുഴുവൻ മക്കയിൽ ഉപേക്ഷിച്ച് പിന്നെ എന്ത് ലാഭമാണ് സുഹൈബ് ഇബ്നു സിനാൻ റൂമി റളിയല്ലാഹു അൻഹു നേടിയത്? അതാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സത്യവിശ്വാസികളിൽ നിന്ന് അവരുടെ സമ്പത്തും അവരുടെ ശരീരവും അള്ളാഹു വിലക്ക് വാങ്ങിയിരിക്കുന്നു, അവർക്ക് സ്വർഗമുണ്ടെന്ന വാഗ്ദാനം നൽകിയിട്ട്. അതുകൊണ്ടാണ് റബിഹൽ ബൈഉ സുഹൈബ്, സുഹൈബിന്റെ കച്ചവടം ലാഭം കൊയ്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതുപോലെ തന്നെയാണ് അബ്ദുള്ള ദുൽബിജാദൈൻ എന്ന പേരിൽ അറിയപ്പെട്ട സ്വഹാബി, രണ്ട് പുതപ്പിന്റെ ഉടമ. അബ്ദുള്ള ദുൽബിജാദൈൻ ഹിജ്റ പോകാൻ നേരത്ത് തന്റെ ബന്ധുക്കൾ പിടിച്ചുവെച്ച് ഉടുത്ത വസ്ത്രമടക്കം അഴിച്ചു വെച്ചു. നീ ഇതൊന്നുമായി പോകേണ്ടതില്ല, എല്ലാം ഉപേക്ഷിച്ചു പോകണം. അങ്ങനെ ഒരു പുതപ്പിൻ കഷ്ണം അത് രണ്ട് കഷ്ണമാക്കി, ഒന്ന് ഉടുക്കാനും ഒന്ന് പുതക്കാനും. അങ്ങനെ മദീനയിലേക്ക് നടന്നുപോയി, ഹിജ്റ പോയി. അങ്ങനെയാണ് അബ്ദുള്ള ദുൽബിജാദൈൻ, രണ്ട് പുതപ്പിന്റെ ഉടമ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടത്. ഈ ത്യാഗം നമ്മളൊക്കെ ഓർക്കുമ്പോ ഇന്ന് നമുക്കെന്താണ് ഹിജ്റയിൽ നിന്ന് പഠിക്കാനുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. ഈ സ്വഹാബത്തിന്റെ ചരിത്രം നമ്മളൊക്കെ വായിച്ചു പഠിക്കണം. ഈമാൻ വർദ്ധിക്കാൻ, ഇസ്ലാമിന്റെ സംസ്കാരം കാത്തുസൂക്ഷിക്കാൻ അതൊക്കെ കാരണമാകും എന്നു തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ അവർ സ്വീകരിച്ച ആദർശം, ആ തൗഹീദിന്റെ ആദർശം സ്വീകരിക്കുക മാത്രമല്ല, ആദർശ മേഖലയിൽ ആത്മാർത്ഥമായ സ്നേഹബന്ധം സത്യവിശ്വാസികൾ തമ്മിൽ നിലനിർത്തി എന്നതാണ് അവരിൽ നിന്ന് പഠിക്കാനുള്ള മറ്റൊരു പാഠം. അതാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്, വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم. ഈമാനും അതുപോലെ അവർക്ക് വീടൊരുക്കിയും ഈമാനും വീടും സൗകര്യം ചെയ്തു കൊടുത്തവർ, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, എല്ലാം ഉപേക്ഷിച്ച് മക്കയിൽ നിന്ന് മദീനയിലെത്തിയ ആ മുഹാജിറുകളെ അൻസാറുകൾ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടു. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതം മിമ്മാ ഊതു. ആ മുഹാജിറുകൾക്ക് മദീനയിലെ ബനൂ നളീർ ഗോത്രം ഉപേക്ഷിച്ചു പോയ
സമ്പത്ത് പാവങ്ങളായ മുഹാജിറുകൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ദാരിദ്ര്യം പരിഗണിച്ച് അവർക്ക് വീതം വെച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ അത് കണ്ട അൻസ്വാറുകളിൽപ്പെട്ട ഒരാൾക്കും എന്തേ ഞങ്ങൾക്ക് തരാഞ്ഞത്, എന്തേ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതല്ലേ അത് അവർക്ക് മാത്രമാണോ എന്ന ഒരു പ്രയാസവും അവരുടെ മനസ്സിലുണ്ടായില്ല. എന്നു മാത്രമല്ല, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസ്വാസ, തങ്ങൾക്ക് ഞെരുക്കമുണ്ടായാലും മറ്റുള്ളവരുടെ പ്രയാസങ്ങൾക്ക് പരിഗണന കൊടുക്കുന്ന, അതിന് സ്ഥാനം കൊടുക്കുന്ന ആ ഒരു പ്രത്യേകത സ്വഹാബത്തിൽ നമ്മൾ കാണുകയാണ്. എന്താണ് അതിന് കാരണം? വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. മനസ്സിന്റെ പിശുക്കിൽ നിന്ന് ആരാണ് രക്ഷപ്പെടുന്നത് അവർ മാത്രമാണ് വിജയികൾ. അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുത്തല്ലോ, ഞങ്ങൾക്കും വേണ്ടിയിരുന്നല്ലോ എന്നല്ല അവർ ചിന്തിച്ചത്. അവർക്കാവട്ടെ എല്ലാം അവർക്ക് തന്നെ ആവട്ടെ, അവർക്കാണ് വേണ്ടത് എന്ന് ചിന്തിക്കുന്ന നല്ലൊരു ഹൃദയത്തിന്റെ ഉടമയായി എന്നതാണ് ആ സ്വഹാബത്തിൽ നിന്ന്, അവരുടെ ത്യാഗ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള മറ്റൊന്ന്. അതുകൊണ്ടാണ് അള്ളാഹു അവരുടെ ഒരു പ്രാർത്ഥന പോലും നമുക്ക് പറഞ്ഞു തന്നു. വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂൻ, ഇതാ അവരിങ്ങനെ പ്രാർത്ഥിക്കും, റബ്ബനഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. റബ്ബേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണം, ഈമാനുമായി ഞങ്ങളെ മുൻകടന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ സഹോദരങ്ങൾക്ക് പുറത്തു കൊടുക്കണം. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ, സത്യവിശ്വാസികളോട് ഞങ്ങളുടെ മനസ്സിൽ ഒരു പകയും വെറുപ്പും വിദ്വേഷവും അല്ലാഹുവേ നീ നൽകല്ലേ എന്നതാണ്. ഇതാണ് സത്യവിശ്വാസികൾ തമ്മിലുള്ള ആദർശത്തിന്റെ പേരിലുള്ള സ്നേഹബന്ധം എന്നത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വതുൻ, സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കുക എന്നത് ഏറ്റവും വലിയ കാര്യമാണ്. ഇന്ന് ആരാണ് മറ്റുള്ളവരെ വെറുപ്പോടെയല്ലാതെ ജീവിക്കുന്നത്? മരണപ്പെടുന്നത് പോലും അങ്ങനെ വെറുത്തും അകന്നും മറ്റുള്ളവരോട് പകവെച്ചും അസൂയ വെച്ചും അങ്ങനെ മരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ആളുകൾ. അതിൽ നിന്ന് മാറി ഒരു വിശ്വാസിയുടെ ഹൃദയം ഒരാളോടും വെറുപ്പില്ലാത്ത, പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത അങ്ങനെ ഹൃദയം എല്ലാ തിന്മകളിൽ നിന്നും കഴുകിക്കളഞ്ഞ ഒരു ഹൃദയത്തിന്റെ ഉടമയാകാൻ നമുക്ക് സാധിക്കണം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിലേക്ക് ഒരു സ്വഹാബി കടന്നു വരികയാണ്. 3 ദിവസം ആ സദസ്സിലേക്ക് കടന്നു വരുന്ന ആ സ്വഹാബിയെ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, യത്ലു അലൈക്കുമുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, ഇന്നിതാ നിങ്ങളിലേക്ക് സ്വർഗസ്ഥനായ ഒരാൾ കടന്നു വരും. 3 ദിവസം കടന്നു വരുന്ന ഒരാളെ നോക്കിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അശറത്തുൽ മുബശ്ശിരീൻ, റസൂലുള്ളാഹിയുടെ ജീവിതകാലത്തു തന്നെ 10 ആളുകളുടെ പേര് പറഞ്ഞ് അവരൊക്കെ സ്വർഗ്ഗക്കാരാണ് എന്ന് പറഞ്ഞ ആ കൂട്ടത്തിലെ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അത്. 3 ദിവസം സഅദിനെ നോക്കി ഇതാ സ്വർഗ്ഗക്കാരനായ ഒരാൾ കടന്നു വരുന്നു എന്ന് സഅദ് കേൾക്കാതെ റസൂലുള്ളാഹി പറയുകയാണ്. ഇത് കേട്ട് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, എന്താണ് സഅദിന്റെ പ്രത്യേകത? ഞങ്ങളെക്കാളും സഅദിനുള്ള ഇബാദത്ത് ഏതാണ്? ഞങ്ങൾ ചെയ്യാത്ത ഏത് സൽക്കർമ്മമാണ്, ഏത് നന്മയാണ് സഅദ് ചെയ്യുന്നത്, അതൊന്നറിയണമല്ലോ എന്ന് കരുതി 3 ദിവസം അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു സഅദ് ഇബ്നു അബീ വഖാസിനെ പിന്തുടരുകയാണ്. 3 ദിവസം പിന്നാലെ നടന്നിട്ടും പ്രത്യേകിച്ചൊന്നും കിട്ടി. ഇവരിൽ നിന്നപ്പുറം അദ്ദേഹം ചെയ്യുന്ന ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. 3-ാമത്തെ ദിവസം സഅദിനോട് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് ചോദിക്കുകയാണ്, ഫമല്ലദീ ബലഗ ബിക മാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ റസൂലുള്ളാഹി ഇങ്ങനെ പറഞ്ഞല്ലോ, അതിലേക്ക് നിങ്ങളെ എത്തിച്ച കാര്യം എന്താണ്? സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വയറ അന്നി ലാ അജിദു ഫീ നഫ്സി ലി അഹദിൻ റിശ്ശൻ വലാ അഹ്സുദു അഹദൻ അലാ ഖൈരിൻ അഅതാഹു അല്ലാഹു ഇയ്യാഹു. എൻ്റെ അടുത്ത് അങ്ങനെ പ്രത്യേകം അമലൊന്നുമില്ല, നിങ്ങളെക്കാളും കൂടുതൽ ഞാനൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഒരാളോടും വിദ്വേഷമില്ലാത്ത, അസൂയ വെക്കാത്ത ഒരു ഹൃദയത്തിന്റെ ഉടമയാണ് ഞാൻ. മറ്റൊരു ഹദീസിലുള്ളത്, ഒരാളോടും പകയും വിദ്വേഷത്തിലും അസൂയയിലുമായി ഒരു രാത്രി പോലും ഞാൻ കിടന്നുറങ്ങാറില്ല എന്നതാണ്.
ആ ഒരു മനസ്സിന്റെ ഉടമയായതുകൊണ്ടാണ് സഅദിനെ നോക്കി ഇതാ സ്വർഗത്തിലേക്കുള്ള ഒരാൾ കടന്നു വരുന്നു എന്ന് പറഞ്ഞത്. ഈ ഒരു ഹൃദയത്തിന്റെ ഉടമയാകാൻ ഇന്നത്തെ കാലത്ത് നമുക്ക് കഴിയണം. ഇന്ന് ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന, ഏറ്റവും അടുത്ത സ്നേഹബന്ധങ്ങൾ എവിടെയുണ്ടോ എല്ലാം തകർക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ പകയും വിദ്വേഷവും ആളുകൾ തമ്മിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് മാറി എന്റെ ഹൃദയം മരിക്കുന്നതിന് മുമ്പ് ഞാൻ തന്നെ കഴുകിക്കളയണം എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. മറ്റൊരു കാര്യം, തിന്മകൾ നിറഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രമല്ല, തിന്മകൾ ചെയ്യാൻ ഒരാൾക്കും ഒരു ലജ്ജയുമില്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മളൊക്കെയുള്ളത്. ഈ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നതാണ് ഹിജ്റയിൽ നിന്നുള്ള മറ്റൊരു പാഠം. റസൂലുള്ളാഹി പറഞ്ഞു, അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. മുഹാജിർ, ഹിജ്റ പോയവൻ ആരാണ്? അല്ലാഹ് വിലക്കിയതിൽ നിന്ന് അവൻ ഹിജ്റ പോകും. മറ്റൊരു ഹദീസിലുള്ളത്, അയ്യുൽ ഈമാനി അഫ്ളൽ, ഈമാനിൽ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠം? റസൂലുള്ളാഹി പറഞ്ഞത് അൽ ഹിജ്റ, ഈമാനിലെ ശ്രേഷ്ഠമായ പദവി ഹിജ്റയാണ്. അപ്പൊ ചോദിച്ചു, മൽ ഹിജ്റ, എന്താണ് ഹിജ്റ? തഹ്ജുറു സുആ, തിന്മകളെ വെടിയലാണ് ഹിജ്റ. ഇന്നത്തെ കാലത്ത് തിന്മകൾ വെടിഞ്ഞുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കണം. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖുറബാഇന്റെ കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. തൂബാലിൽ ഖുറബാ, ഉറബാക്കൾക്ക് തൂബ, സ്വർഗത്തിലെ വൃക്ഷം, അതിലെ കായ്ക്കനികൾ. ആരാണ് ഖുറബാ? നാസുൻ സ്വാലിഹൂന ഖലീലുൻ ഫീ നാസി സൂഇൻ കസീരിൻ മൻ യഅസിഹിം അക്സറു മിമ്മൻ യുതിഉഹും. ഏതാണ് ഖുറബാഇന്റെ കാലം? ഒരുപാട് മനുഷ്യന്മാർ, ദുഷിച്ച മനുഷ്യന്മാർക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന വളരെ കുറഞ്ഞ നല്ല മനുഷ്യർ. ഭൂരിപക്ഷം ആളുകളും തിന്മയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിനിടയിൽ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന വളരെ കുറഞ്ഞ മനുഷ്യർ. ആ കുറഞ്ഞ മനുഷ്യരും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ ചില ആളുകളെ ഓർത്തപ്പോൾ ഞാൻ ചിന്തിച്ചു പോയത്, ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട നല്ലൊരു ഹൃദയത്തിന്റെ ഉടമയാണല്ലോ ആ മരണപ്പെട്ടു പോയത് എന്നതാണ്. അങ്ങനെ നല്ല മനുഷ്യരുടെ കാലം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മളുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? മൻ യഅസിഹിം അക്സറു മിമ്മൻ യുതിഉഹും. അവരെ അനുസരിക്കുന്നവരെക്കാൾ, ആ നല്ല മനുഷ്യരെ ആദരിച്ച് ബഹുമാനിക്കുന്നവരെക്കാൾ ആ സമൂഹത്തിലുണ്ടാവുക അവരോട് അനുസരണക്കേട് കാണിക്കുന്ന ആളുകളായിരിക്കുമെന്നാണ്. പരമാവധി നല്ല മനസ്സിന്റെ ഉടമകളാകാനും പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്ത് ദുഷിച്ച മനസ്സിന്റെ ഉടമയിൽ നിന്ന് വിട്ടുനിൽക്കാനും നമ്മൾ ശ്രമിച്ചാൽ നമുക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. 50 സ്വഹാബികൾ ഒരു കർമ്മം ചെയ്താൽ അവർക്ക് ലഭിക്കുന്ന, ആ 50 സ്വഹാബികൾക്ക് ലഭിക്കുന്ന കർമ്മത്തിന്റെ പ്രതിഫലം നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ചെയ്താൽ കിട്ടുമെന്നതാണ്. അതാണ് നമുക്കുള്ള നേട്ടം. ഒരു സുബ്ഹാനല്ലാഹ് നമ്മൾ ചൊല്ലിയാൽ, ഒരു വഖ്ത് നമ്മൾ നമസ്കരിച്ചാൽ 50 സ്വഹാബികൾ ആ കർമ്മം ചെയ്തിട്ട് അവർക്ക് കിട്ടുന്ന പ്രതിഫലം നമ്മിൽ ഒരാൾക്ക് കിട്ടുമെന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത. ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ഹിജ്റയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ പരമാവധി ശ്രമിക്കുക. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين وبعد. ഒരുപാട് ബിദ്അത്ത് നോമ്പുകളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും മനഃപ്പാടമുള്ള ചില ബിദ്അത്ത് നോമ്പുകളുണ്ട്. ബറാഅത്ത് നോമ്പ്, മിഅ്റാജ് നോമ്പ്, അതുപോലെ 99 നോമ്പ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിലുമൊക്കെ 99 നോമ്പ് അടുപ്പിച്ചു നോക്കുന്ന സമ്പ്രദായമുണ്ട്. ഇതൊന്നും സുന്നത്തിൽപ്പെട്ടതല്ല, നബിസദ്ദയിൽപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ നോമ്പുകളൊന്നും നമ്മൾ നോൽക്കേണ്ടതുമില്ല. എന്നാൽ ബിദ്അത്തുകൾ സമൂഹത്തിൽ ഉണ്ടായാൽ സുന്നത്തുകൾ മായ്ക്കപ്പെടും. ഒരു ബിദ്അത്ത് വന്നാൽ അവിടെ ഒരു സുന്നത്ത് മാഞ്ഞു പോകുന്നുണ്ട്. പരമാവധി സുന്നത്തുകളെ നമ്മൾ ഓരോരുത്തരും ജീവിപ്പിക്കുകയും വേണം. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട സുന്നത്ത് നോമ്പുകളിൽ പെട്ടതാണ് മുഹറം 9ഉം 10ഉം. ഇന്ന് എത്രയാണ് മുഹറം എന്ന് നോക്കുക. മുഹറം 9നും 10നും സുന്നത്ത് നോമ്പ് നോൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറമിലെ നോമ്പിനെ കുറിച്ച് പറഞ്ഞത്,
അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം എന്നാണ്. റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പ് മുഹറമിലെ നോമ്പാണ്. വ അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ, ഫർളായ 5 നേരത്തെ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്ന രാത്രി നമസ്കാരമാണ് എന്ന്. മുഹറമിലെ ആശൂറ, മുഹറം 10 നോമ്പിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞത് ഇന്നി അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത്തല്ലത്തി ഖബ്ല, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ചെറുദോഷങ്ങൾ ആ നോമ്പ് കൊണ്ട് പൊറുക്കപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാണ്. എത്രയോ ആളുകളെ നമ്മൾ കാണാറുണ്ട്, രോഗം നിർണയിച്ച ശേഷം നല്ലൊരു ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ എത്രയോ രോഗികൾ, ചെറുപ്പക്കാരായ രോഗികൾ അങ്ങനെ കഴിഞ്ഞുകൂടുന്നു. നമ്മൾ യഥേഷ്ടം ഭക്ഷണം കഴിക്കുന്നവരാണ്. ആ ഭക്ഷണം കഴിക്കുന്ന നമ്മൾ ഒരു 13 മണിക്കൂർ, ഒരു 12 മണിക്കൂർ അല്ലാഹ് പറയുന്നു ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന് തയ്യാറാകലാണ് ഇത്തരത്തിലുള്ള സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുക. അതിനൊരു നന്ദിയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ ജീവിക്കാൻ പരമാവധി നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൃപ്തി നേടി ജീവിക്കുന്നവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്നഹ് وأمتنا مع الإيمان والتوبة. اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. قوموا إلى